അടുത്ത പ്രൊജക്ട് എല്ലാവരും 2025 അടുത്ത പ്രൊജക്ടിലേക്ക് ഇത് ചെയ്തല്ലോ. അല്ല, സൂപ്പർ സ്റ്റാർ ഫിലിം അല്ല. കേട്ടിട്ട് കൊതിയാവുന്നു. എല്ലാരും പെട്ടെന്ന് ഞാൻ ഏതൊക്കെ കാലത്ത് കയറാം എന്താ എഴുതി തീരാത്തോണ്ടാണോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നതാ. ഞാൻ ഇത് ഏത് കാലത്ത് ചെയ്യാൻ അപ്പോഴെ പെട്ടെന്ന് ജിത്ത് വിളിച്ചൊരു സ്ക്രിപ്റ്റ് തുടങ്ങും. അല്ലെങ്കിൽ തുടങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ചിദംബരത്തിനാണ് ഇതിലൊരു റൈറ്റർ ഡയറക്ടർ ആക്ട് ആണല്ലോ ഉള്ളത്. അതിൽ തന്നെ ഇപ്പൊ എനിക്ക് രണ്ടാമത് തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോഴും ഈ സൗബിൻ പൊങ്ങി വന്ന് ആ സമയത്ത് ശരിക്കും സോങ് കട്ട് വരുന്ന ഒരു മൊമെന്റിൽ നമ്മൾ സൗബിന്റെ മുഖത്ത് കാണുന്ന ഒരു മോഷൻ സാധനമുണ്ട്. ഭയങ്കര ചെറിയ സമയമാണ്, എന്നാൽ പോലും അവിടെ എനിക്ക് തോന്നുന്നത് എല്ലാ തിയേറ്ററും തരിച്ചിരുന്നിട്ട് അയാളോടുള്ള ഒരു കേഴ്സി പോലെയാണല്ലോ തിയേറ്റർ റിയാക്ട് ചെയ്യുന്നത്. ശരിക്ക് സിനിമയുടെ കാര്യത്തിൽ ഇത് പല സമയത്തായി ഷൂട്ട് ചെയ്യുന്ന ഒരു ഞാനതാ പറഞ്ഞു, നമുക്കൊക്കെ ഗുണാക്കേവിലേക്ക് പോകണമെന്ന് അത് കണ്ട പ്രേക്ഷകർക്ക് തോന്നുമെങ്കിലും നിങ്ങളത് ഉണ്ടാക്കിയെടുത്ത ക്രിയേറ്റ് ചെയ്തൊരു ഗുണാക്കേവാണല്ലോ. ഈ പേഴ്സണലി ഷൂട്ട് ചെയ്തതിലും ഒരു തമിഴ്നാട്ടിലെ തിയേറ്ററിലടക്കം കണ്ടിട്ടുണ്ട്, ഒരു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് പിന്നീടോ ഇത് ഞാൻ ഷൂട്ട് ചെയ്താണല്ലോ, ഇതിന് ഇത്ര എഫേർട്ട് ഇട്ടല്ലോ, നമുക്കൊരു ഹൈ പിന്നീട് ജനറേറ്റ് ചെയ്തൊരു ഷോട്ടൊക്കെ. കുറെ ഷോട്ട്സ് ഉണ്ട് അതിൽ പലതും. ബിക്കോസ് എല്ലാം ലൈക്ക് റാദർ ദാൻ ഒരു ഡ്രാമ ഷൂട്ട് ചെയ്യുന്ന കാരണം കുറെ ടെക്നിക്കൽ ഷോട്ട്സും കുറെ സാധനങ്ങളും ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൗതുകം എല്ലാം ഉണ്ടായിരുന്നു അതിലൊരു എസ്പെഷ്യലി എനിക്ക് തോന്നുന്നൊരു ഷോട്ട് ആ പയ്യൻ ചാടുന്നതാണ്, വെള്ളത്തിലേക്ക് ചാടുന്ന ഷോട്ട്. കാരണം ആ ഷോട്ട് ഞാൻ തന്നെ അതിങ്ങനെ ഫസ്റ്റ് ചാടുന്ന സാധനം എടുത്തു, എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ അപ്പുറത്തെ അറ്റം, അത് ഫുൾ 3D ആണ്. അത് ഞാൻ ചെയ്ത് ശരിയാവുന്നില്ല, ഒന്നും ചെയ്യുന്ന അവസാനം പടം അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് നമുക്ക് അതിന് ഒരു ഇറ്ററേഷന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പടത്തിലുള്ളത്. അപ്പോൾ അത് ശരിയായി. അപ്പോൾ അതിനും ചെറിയ ടെക്നിക്കൽ ഇംപെർഫെക്ഷൻസ് കുറച്ചുണ്ട്, നമുക്ക് അത്ര ടൈം കിട്ടിയുള്ളൂ. പക്ഷെ അതിൻ്റെ ഓവറോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ദ കണ്ടന്റ് ഓഫ് ദ തിങ്, എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ടു ദ പ്രസന്റ്, ദാറ്റ് ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ മെയ്ഡ്. ആ തിയേറ്ററിൽ അത് ഭയങ്കര ഞാനത് വർക്കാവോ ഇരുട്ടത്തും എല്ലാം കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഐ വാസ് സിറ്റിംഗ് വിത്ത് സുഭാഷ് ഫസ്റ്റ് ഷോ വനിതയിൽ. ഞാൻ സുഭാഷിനെ പുറത്തെ സുഭാഷിനെ പുറത്ത് കൈയൊക്കെ വെച്ചിരിക്കുന്നത് എന്താ ക്രിയേഷനൊക്കെ അറിയുമല്ലോ. ആൻഡ് ദാറ്റ് റിയലി സുഭാഷിനെ വരുന്ന ഒരു ഞെട്ടൽ കിട്ടി. അപ്പം ദാറ്റ് ഐ തിങ്ക് അത് കാരണം അത് വീണാക്ക് തന്നെ അത് കിട്ടുകയാണെങ്കിൽ ദെൻ ഐ തിങ്ക് അപ്പം അതാണ് എനിക്കൊരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് വിച്ച് ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ മെയ്ഡ്. അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത, അതുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തൊരു ഷോട്ടാണ്. ആൻഡ് ഇറ്റ് വാസ് ദെയർ ഇൻ ദ സ്ക്രിപ്റ്റ് ഓൾസോ. ജിതിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഇപ്പൊ നമ്മളെ പിന്നീട് ആലോചിക്കുന്ന സമയത്ത് പോലും നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരാവുന്നൊരു, എനിക്ക് ആക്ച്വലി ബേസിൽ നസ്രയ്ക്ക് അപ്പുറത്തേക്ക് മറ്റേ മനോഹരി ചേച്ചിയുടെ ഒരു ഷോട്ട്. അപ്പം ചുമ്മാ ഒരു ബേസിക്കലി മൊണ്ടാഷായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു കുറ്റബോധവും ഇല്ലാതെ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു സംഭവം അത്ര ഫീഡ് ചെയ്തിട്ടുള്ളൂ ക്യാരക്ടറിനെ കുറിച്ച്. പുള്ളിക്കാരി ആ റിയാക്ഷൻ ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. അതിൻ്റെ മൊത്തം ആ അഭിമാനത്തിൻ്റെയും സംഭവം പുള്ളിക്കാരുടെ റിയാക്ഷനിലുണ്ട്. ഞാൻ ആ ഷോട്ട് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണ്. കാര്യത്തിൽ കുറേ സീക്വൻസ് ഉണ്ട്. അതിൽ പറയാൻ പറ്റുന്നത് നമ്മുടെ ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ കെട്ടിപ്പിടുത്തം. കാരണം അത് കുട്ടേട്ടൻ ആ സമയത്ത് അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിലാണ്, കറക്റ്റ് റിയാലിറ്റിയിലാണ് മൂപ്പര് സംസാരിക്കുന്ന കാര്യം. ടോട്ടലി ബാക്കിയുള്ള എല്ലാം മാറിയിട്ട് ഒരു സംസാര രീതിയും അതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന റെൻഡറിങ്ങിൻ്റെ അപ്പുറത്തൊരു പെർഫോമൻസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അത് ഭയങ്കര കിട്ടിയ സീൻ അതായിരുന്നു. പിന്നെ നമ്മുടെ ആസി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ബൽഗാവിൽ പോയിട്ട് മകനെ അത് ഒറ്റ ഷോട്ടിൽ എടുത്തത് ഭയങ്കര എന്താണ്, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് മോർച്ചറിയിൽ അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള. പിന്നെയുള്ളത് നമ്മൾ കുരങ്ങന്മാരാണ്. കുരങ്ങന്മാർ സത്യം പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ പോയിട്ട് കുരങ്ങന്മാരെ കിട്ടുന്നില്ല. നമുക്ക് വേണ്ട സീക്വൻസിൽ എങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വേണ്ടത് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് വിചാരിച്ച മാതിരി കിട്ടില്ല. അത് നമുക്ക് അന്നത്തെ ദിവസം മാത്രമേ ക്യാമറയുള്ളൂ. അപ്പോൾ രാവിലെ എത്തി ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് ചെറിയ സാധനങ്ങൾ കിട്ടി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപർണ ടോയ് എടുത്തിട്ട് മുകളിൽ നോക്കുമ്പോൾ കുരങ്ങൻ വന്നിട്ട് നോക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ഞാൻ ചില സമയം വിചാരിക്കാറുണ്ട്, പല ഇതിലും നമുക്ക് ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു എന്ന്. കാരണം ആ സീന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കുറേ നമ്മൾ കുരങ്ങനെ കാണില്ല, കുറേ ഇലകളിങ്ങനെ വീഴുന്നു.
പെട്ടെന്നാണ് കുരങ്ങൻ വന്നിട്ട് മങ്കി വന്നിട്ട് നോക്കുന്നത്. അത് ഭയങ്കര ആ സീൻ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പം നമുക്ക് തന്നെ തോന്നും ഓക്കെ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങളും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ മഴ ആക്ച്വലി നമുക്ക് ഹെക്റ്റിക്കായിരുന്നു ഷൂട്ടിന്, പക്ഷേ സ്റ്റിൽ നമുക്ക് ആ മഴ കൊണ്ട് ഭയങ്കര ആ ഒരു ടെറൈനെല്ലാം കൊണ്ട് ഒരു ബ്യൂട്ടി വന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതെല്ലാം ഒരു ഹൈ ആയിരുന്നു ആക്ച്വലി. കാണുമ്പോൾ ലാസ്റ്റ് ഒരു എൻഡ് പ്രോഡക്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. ഓക്കെ നമുക്ക് എല്ലാം പ്ലേസ്ഡ് ആണ്, എല്ലാം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും അപ്പുറം ഒരു മേലെ കയറി നിൽക്കുന്നു എന്നുള്ളൊരു ഒരു ഹൈ. ഇത് ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്ന സംഗതികൾ കൂടി ഉണ്ടെങ്കിൽ. ഞാനിപ്പോ ചിദംബരം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ മഞ്ഞുമല്ല് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി എക്സൈറ്റ് ചെയ്യിച്ച ഓഫ്കോഴ്സ് ഇയാള് പൊക്കിക്കൊണ്ടുവരുമ്പോ ഉണ്ടാവുന്ന ഒരു പീക്ക് ഉണ്ടല്ലോ, അതിന്റെ മുകളിലോട്ട് എങ്ങനെ പോകാൻ പറ്റും, അതാണ് പടത്തിന്റെ പീക്ക്. ആ പാട്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് സിനിമ പോകുന്നു, അതാണ് അമ്മ. ഈ ബാസിയുടെ അമ്മയുടെ ക്യാരക്ടർ സൗബിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അതൊരു ഭയങ്കര ഓൾവേസ് പാർട്ട് ഓഫ്. കാരണം അത് അങ്ങനെയാണ് സംഭവിച്ചത്. ആൻഡ് എനിക്ക് ഇവർ ഇത്രയും ഒരു ഹൈ എൻഡ് കൊണ്ട് പടം നിർത്തി ആൾക്കാർ ആ പാൽപിറ്റേഷൻ ആയിരിക്കും ഇറങ്ങുന്നത്. സോ അതിനോട്ടുള്ള ഗ്രാഫിലൊന്നും ആൾക്കാരൊന്ന് താഴ്ത്തി പതുക്കെ ഒരു പാട്ടൊക്കെ കൊടുത്തു. സോ അങ്ങനെ ഒരു ഉദ്ദേശം ഒരു ഡ്രാമ എക്സ്റ്റെൻഡഡ് ആയിട്ട് വന്നു. മോന്റെ കരുതൽ ഏൽപ്പിക്കുന്നത് അമ്മയുടെ അടുത്താണ്. ശരിക്കും ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇതേപോലെ കരഞ്ഞുകൊണ്ട് വന്ന് ഇത് പള്ളിയിൽ ഇവർ അറിഞ്ഞ് ഓടി വന്ന് കുട്ടനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. കാണിച്ചു വന്നപ്പോ ഭയങ്കര കുറഞ്ഞു പോയി എനിക്ക്. റിയാലിറ്റിയിൽ ഇതിനെക്കാളും ഡ്രമാറ്റിക് ആയിരിക്കണം വാസി. അവരാ പള്ളി അതൊരു ബ്യൂട്ടിഫുൾ. അതെ, കുറെ ലോട്ട് ഓഫ് പീപ്പിൾ വാസ് സ്കെപ്റ്റിക്കൽ ആ ലാസ്റ്റ് റീലിനെ പറ്റി. അവിടെ പടം അവിടെ തീരണ്ടേ. ഒരു സീൻ കൂടെ ഉണ്ടായിരുന്നു. ഞാനാ വേണ്ടെന്ന് വെച്ചാൽ സൗബിക്കോട് പറഞ്ഞു. അത് സൗബിക്ക പോയിട്ട് മെഡൽ വാങ്ങിക്കുന്ന സീൻ കൂടെ ഉണ്ടായിരുന്നു. അത് ചെയ്യണം. ഞാൻ സൗബിക്ക് ഒരു 50-30 ലക്ഷം രൂപ വേണോ ഒരു സീനുണ്ട് അത്ര. കാരണം അത്രയും ക്രൗഡും അത് ചെയ്യണം. ഞാനാണത് പറഞ്ഞത്, വേണ്ട അതിന്റെ ആവശ്യമില്ല, നമുക്കത് മെഡൽ വാങ്ങിച്ച കുട്ടനല്ല, അയാളുടെ ഫേസ് തന്നെ ആൾക്കാർ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല, എല്ലാവരും അത് ചെയ്യുന്നുള്ളൂ. അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് മാറി, ഇപ്പൊ ഒരു സർവൈവൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു സക്സസ് സ്റ്റോറി പറയുന്ന ഒരു ഫീൽഡിലോട്ട് പോകും. പടം തീർന്നതിന് ശേഷമാണ് നമ്മൾ ഇവരാണ് അച്ചീവ് ചെയ്തവർ. എനിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് വേണമെന്ന് തോന്നിയ സാധനമാണ് ലാസ്റ്റ് ആ ഗുഹയുടെ സീൻ. ആ ഗുഹ അടയ്ക്കുന്നത്, നൗ ദ ഗുഹ ഈസ് ലെഫ്റ്റ് അലോൺ. ഇനിയും കുറെ ആൾക്കാർ ഒന്ന് വീഴാം, കുറെ ആൾക്കാർ വീണ്ടുണ്ട്. സോ ലൈഫ് ഗോസ് ഓൺ. കാരണം ഗുഹയുടെ എന്റെ ഒരു എന്താ പറയാ, അതിന്റെ പെർസ്പെക്ടീവ് ഓഫ് ടൈമിൽ ഇതൊന്നും അല്ലല്ലോ. അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അവിടെ ഉണ്ട്, ഇനിയും കുറെ അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടന്നു വന്ന കാര്യങ്ങൾ. അതാണ് ഗുഹയുടെ ഒരു ലാസ്റ്റ് സാധനം. അതും ഈ ആദ്യ ആലോചനയിൽ അല്ല പടം ലൈക് ബേസിക്. കാരണം ഇങ്ങനത്തെ പടങ്ങൾ നമുക്ക് പിന്നെ അധികം പൊളിക്കാൻ പറ്റില്ല, കാരണം അത് കുറച്ച് പണിയാണ്. കാരണം അത്രയും ടെക്നിക്കൽ ഷോട്ട്സും അങ്ങനെ. പിന്നെ അത് ഇവൻ വീണ ശേഷം ഇറങ്ങി ഓടി നാട്ടുകാരെ വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ അല്ലേ. അത് ഷൂട്ട് ചെയ്തിട്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഗുഹയുടെ അകം ഞാൻ കാണുന്നത്. ഇവിടെ എങ്ങനെ കാരണം ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ഊഹിച്ചിട്ടാണ് അവർ ഓടുന്നത്. പിന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഇവരുടെ എത്രത്തോളം മീറ്ററിലായിരിക്കും ഇവർ വന്ന് നിൽക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അതൊക്കെ ഒരു ഊഹക്കച്ചവടമായിരുന്നു ഫുൾ പരിപാടി. വേറൊരു കാര്യമുള്ളത് വെച്ചാൽ ഈ പടത്തിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് തമിഴ്നാട്ടിലെ വാർത്താ ചാനലൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ഒരുപാട് പേര് ഗുണാക്കേവിൽ പോയിരുന്നു. അതിനുശേഷം ഗുണാക്കേവിൽ പോവാത്ത ഇവര് അടക്കം പോയി. അതിനുശേഷം ഗുണാക്കേവ് അതന്നെ കൊടൈക്കനാൽ എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ള സ്ഥലമാണ്. പണ്ടേ കൊടൈക്കനാലിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പടം ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അത് വിജയം വലിയ ഭാഗ്യം. കാരണം എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ ശേഷം ഞാൻ പോയിട്ടില്ല, കാരണം എനിക്ക് അത്രത്തോളം കുടയുണ്ട്. ഞാൻ കുറച്ചു കാലം കഴിഞ്ഞിട്ട് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കൊടൈക്കനാലിൽ പോകും. ആ വീണ ലേയേഴ്സ് ഇല്ലേ, അതെങ്ങനെയാണ് നിങ്ങൾ ഓൾറെഡി മീൻസ് അവിടെ ആരെങ്കിലും ഇറങ്ങി നോക്കിയോ? ഇല്ല, അത് ഇപ്പം അത് ബേസിക്കലി നമുക്ക് കുറച്ച് ടോർച്ച് അടിക്കുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ കാണാം. ബാക്കി നമ്മൾ ഇമാജിനേറ്റ് ഉണ്ടാക്കിയതാണ്. കാരണം അതൊരു ഒരു കുഴിയല്ല, അതൊരു ക്രാക്കാണ്. ഓക്കെ. അപ്പൊ അതിങ്ങനെ പോയി ബാക്കി നമ്മൾ ജനറേറ്റ് ചെയ്തതാണ് ബാക്കി. പിന്നെ അജയേട്ടൻ സെറ്റ് ഉണ്ടാക്കിയപ്പോഴും അജയേട്ടൻ ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് ഇറങ്ങാനുള്ള ഒരു ഡിസൈനും കൂടെ ഉണ്ടല്ലോ, പിടിക്കാനും പിന്നെ അവൻ വന്ന് കിടക്കാനുള്ള, അതൊക്കെ നമ്മൾ അങ്ങനെ ബാക്കി ഭാവനയിൽ ഉണ്ടാക്കിയത് തന്നെയാണ്.
അങ്ങനെ ഇറങ്ങി നോക്കാൻ പറ്റില്ല, കുഴി നമ്മൾ ദൂരത്ത് ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഓക്കെ അവിടെ ഇരുന്നോ. പിന്നെ ആ കുഴിയിൽ നിന്ന് എടുത്ത സ്ഥിതിക്ക് പിന്നെ മറ്റേ ഇമാജിനേറ്റീവ് അല്ല നമ്മൾ ആവില്ല. കുട്ടനോട് ചോദിച്ചു, നമ്മള് കുഴിയിൽ ഇറങ്ങിയ ആള് ജീവനോട് അപ്പൊ കുട്ടനും ഈ ആഡ്രിനാലിൻ കാരണം ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ, പെട്ടെന്ന് അവനെ കാണാൻ എടുക്കുക അല്ലെങ്കിൽ കുഴിയുടെ ഒന്നും നോക്കാൻ. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞതും ചില സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ അതിങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോയി, അതൊരു വലിയ ശൃംഖല തന്നെയാണ് അതിൻ്റെ. പക്ഷെ ഒരു പോയിന്റിൽ അവിടെ വീണിട്ട് ഒരു സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു മൂമെന്റ് ഉണ്ടല്ലോ, അത് ശരിക്കും അത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു അതിന്റെ ആ സ്ഥലത്തൊക്കെ സിലിക്കൺ പാഡിങ് കൊടുത്തു. എന്നാലും അത് ഞാനൊരിക്കൽ കയറി നോക്കിയത് എന്റെ എന്നാലും ആക്ടേഴ്സ് 40 അടിയിലാണ് ആക്ട് ചെയ്തത്. 40 അടി എന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റ് ആണ്. അതിന്റെ മുകളിൽ നിന്നിട്ടാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എപ്പോഴും ഒരു ചോദ്യം വന്നതെന്ന് പറഞ്ഞാൽ അവനൊന്നും കൂടുതൽ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു എന്ത് പറ്റിയിട്ടില്ല, ഭയങ്കര. പക്ഷെ അത് ഉണ്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ നടുവിനൊക്കെ എപ്പോഴും പ്രശ്നമുണ്ട്, നടുവിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം അതൊന്നും അക്കാലത്ത് അത്ര ഇവര് കള്ളം പറഞ്ഞുകൊണ്ട് ഒട്ടും അഡ്രസ് ചെയ്തിട്ടില്ല. PTSD എല്ലാം ഉണ്ട്, അതൊന്നും ഇപ്പോഴും അഡ്രസ് ചെയ്തിട്ടില്ല. സൈക്കോളജിക്കലാണ് കൂടുതൽ. അതെ അതെ. പിന്നെ പിന്നെ അതിൽ കഴുത്തിൽ പിടിക്കുന്ന ഒരു മൂവ്മെന്റ് ഇല്ലേ, എടുക്കുമ്പോൾ അതെ 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 എനിക്ക് ഭയങ്കര അതൊരു സർവൈവൽ അതൊരു സർവൈവൽ പരിപാടിയാണ്. പുള്ളിക്കാരനെ അറിയില്ല എവിടെയാണെന്ന്, ഇത് ആരാണെന്ന് കുട്ടനാണെന്നൊന്നും അത് ഭയങ്കര ഇമ്പാക്ട് ഉള്ളത്. നമ്മള് വിചാരിക്കുന്നത് എടുക്കും രക്ഷിക്കും എന്നുള്ളൊരു അങ്ങോട്ടാണ് പെട്ടെന്ന് തോന്നപ്പോഴത്തേക്കും. വേറെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ, കാരണം ഇത് ശരിക്കും ഇതിങ്ങനെ ഇവരെ പകുതി കയറുമ്പോൾ അടിയിൽ നിന്ന് ഫോഗ് കയറും. അങ്ങനെയാണ് ഡെവിൾസ് കിച്ചൺ എന്ന് പേര് വരുന്നത്. ഈ പുറത്തുനിന്ന് ഫോഗ് അടിച്ച് കയറുമ്പോൾ മലയിൽ തട്ടി ഇതിൽ കുറെ ഹോൾസ് ഉണ്ട്. അതാണ് ലാസ്റ്റ് സീനിൽ അതിന്റെ അകത്ത് നിന്ന് പുക വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഡെവിൾസ് കിച്ചൺ എന്ന് വിളിക്കുന്നത്, അകത്തുനിന്ന് ആരോ കുക്ക് ചെയ്യുന്ന പോലെ. അപ്പൊ നമ്മളൊരു ഈ കേറ്റുന്ന ഈ ക്ലൈമാക്സിലേക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഓരോ ഒബ്സ്റ്റക്കിളും കൂടെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഇവരടിക്കുമ്പോൾ ഫുൾ പുക കയറി ആ ഫുൾ സ്ഥലം ബ്ലൈൻഡ് ഔട്ട്, അത്രയും പുക കയറി അതിൻ്റെ അത്. അപ്പോൾ പുകയല്ല, ഫോഗ് കയറി ബ്ലൈൻഡ് ഔട്ട് ആയിട്ട് പിന്നെ ആ ഒരു മൊമെന്റ് ഓഫ് കൺഫ്യൂഷൻ കൂടെ ഒരു എക്സ്ട്രാ ലെയർ. പിന്നെ ആലോചിച്ചത് ഇത് ചെയ്ത് എന്ന് ഇപ്പോഴൊന്നും തീരൂല, അല്ലെങ്കിൽ വേണ്ട ഇതൊക്കെ മതി. അല്ലെങ്കിൽ അതും കുറച്ചും കൂടെ ഒരു കാരണം പെട്ടെന്ന് ആ ഏരിയ ആകുമ്പോൾ അതിൻ്റെ ഒരു ഈറിനെസ്, അതിൻ്റെ ഒരു മൊത്തം സ്ഥലത്തിന്റെ സ്വഭാവം മാറുകയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അകത്തും കാണാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സാധനം ആലോചിച്ചത്, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അടുത്തേലാവാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞത് ഒരു അൺഒഫീഷ്യൽ സ്വഭാവത്തിലൂടെ വരാൻ വേണ്ടിയിട്ട് ഇപ്പം അവരവരുടെ സിനിമ എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് ഒരു രാഹുലിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാറ്റോഗ്രാഫി ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പം അതിലെ കോസ്റ്റ്യൂംസും അതിൻ്റെ കളേഴ്സ് അതിൻ്റെ അതെങ്ങനെയാണ് ചൂസ് ചെയ്തത്? ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം മേക്കിങ്ങിൽ സെറ്റ് ഡിസൈൻ വിൽ ബി ഡൺ ഇൻ ഷെയ്ഡ്സ് ഓഫ് റെഡ്, കാരണം അതിലാണ് കോൺട്രാസ്റ്റ്. അപ്പം അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. അത് ആർട്ട് ഭയങ്കര ജോഷേട്ടനാണല്ലോ അതിൻ്റെ അത് ചെയ്തത്. കോസ്റ്റ്യൂമിലും ഇതേമാതിരി നമ്മൾ വിചാരിക്കുന്ന 3 മുണ്ടേ ഉള്ളൂ, പക്ഷെ പല കളേഴ്സ് ഇല്ല. സോ അത് ആർട്ട് വൈസ് ഭയങ്കര, അത് പുള്ളി പല രീതിയിലും പെയിന്റ് ചെയ്ത് കാണിച്ചത്, ടെക്സ്ചേഴ്സ് പെയിന്റ് ചെയ്ത് കാണിച്ചത്, എല്ലാം മാറി മാറി നിൽക്കണമല്ലോ. അങ്ങനെ അത് കോസ്റ്റ്യൂമായിട്ട് മാച്ച് ആവണം. അങ്ങനെ ഒരുപാട് ഇപ്പൊ ഈ പോറ്റി റൂമിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കിച്ചന്റെ സ്പേസിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് സാധനം ഇട്ട് നിറച്ചിരിക്കും. അപ്പൊ ആദ്യം ഞങ്ങള് ഇട്ടിട്ട് ഫില്ല് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജോയിച്ചേട്ടന് ഇഷ്ടംമാതിരി സാധനം, കാരണം അങ്ങനെ ഫിൽത്തി സ്റ്റിങ്കിങ് അറ്റ്മോസ്ഫിയർ, ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെയാണ് റിയലൈസ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കുമ്പോഴേക്കും എല്ലാം ഷെയ്ഡ്സ് ഓഫ് ഡാർക്ക് ആണ്. അപ്പൊ ലൈറ്റ് അപ്പ് ചെയ്യാൻ അതിനനുസരിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് എല്ലാത്തിനും ടെക്സ്ചർ പുള്ളി കൊണ്ടുപോകും. സീലിംഗിൽ കുറെ സാധനം ഹാങ് ഉണ്ട്, ഈവൻ മറ്റേ സെപ്പറേഷൻസ് ഭയങ്കരമായിട്ട് ഗ്രൗണ്ടിലും കൊണ്ടുപോകും. ഇതിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു കംപ്ലീറ്റ് കൊളാപ്സും കൂടെ നടക്കുകയാണ്. വെള്ളം ഡ്രിപ്പ് ചെയ്യുന്നുണ്ട് പല സാധനങ്ങളും. അപ്പൊ അത് ആ സെപ്പറേഷൻ കൊണ്ടുവരുന്ന അത് സിനിമാറ്റോഗ്രാഫറും പ്രൊഡക്ഷൻ ഡിസൈനറും എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഭയങ്കര പണിയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇസ് വെരി ട്രിക്കി, ആ സെപ്പറേഷൻ കൊണ്ടുവരുന്നത്. അത് അത്രയും ഷൈനാദൊക്കെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഗുഡ് ഹാൻഡ്സ്. ബിക്കോസ് ഭൂതകാലം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയുടെ ചോദിച്ചു അടുത്ത ഇല്ല. അപ്പോൾ ഞാൻ പറയും എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എനിക്കൊരു ഫിലിം ചെയ്ത ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി ഇമ്മീഡിയറ്റ് ആൻസർ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണം. അപ്പം തന്നെ ഞങ്ങൾ കണക്റ്റായി. അപ്പം തന്നെ ആ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമ്മൾ കണക്ട് ആയി. പിന്നെ ഒരു ജേർണി ഒരുമിച്ചായിരുന്നു. സോ എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്ച്വലി പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ട്. പിന്നെ എനിക്ക്
അങ്ങനത്തെ ഒരു ഫിക്ഷണൽ സ്റ്റോറി പറയണേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറേയൊക്കെ ചീറ്റ് ചെയ്യാൻ പറ്റും. ഇവൻ പറയുന്ന വാൾസ് അടക്കം ചീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഗോബ്ലിൻ ചാത്തൻ പുറത്തേക്ക് വരുന്നത്, സോ അതൊന്നും കളറിൽ എനിക്ക് ഇമാജിൻ ചെയ്ത ഭയങ്കര ഫേക്ക് ആയിട്ട് തോന്നാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈവൻ മമ്മൂക്ക മേക്കപ്പ് ഇട്ടാൽ പോലും കുറെ ടെക്സ്ചേഴ്സ് ഫേസിൽ വരുന്ന സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളിപ്പോൾ ഫോണിൽ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമേജ് എടുക്കുമ്പോൾ അറിയില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുമ്പോൾ അതിനെന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. സോ ഈ ഒരു കഥ പറയുകയാണെങ്കിൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും എൻ്റെ ഫോമാറ്റിനുള്ള ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്തത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ആ ഡിജിറ്റൽ ഫീൽ മാറാൻ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തു? ഇല്ല, നമ്മൾ ആദ്യം ഫിലിം സ്റ്റോക്കിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കൊഡാക്കിലേക്ക് ഞങ്ങൾ എഴുതി. പിന്നെ പക്ഷെ പ്രോസസ്സിംഗ് ലാബ്സ് ഇല്ല, ബോംബെയിൽ മാത്രം ഒരെണ്ണം പറ്റുള്ളൂ. അങ്ങനെ കുറെ പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലെറ്റ്സ് ഷൂട്ട് ഇൻ ഫിലിം സ്റ്റോക്ക്, ലെറ്റ്സ് ഗെറ്റ് അങ്ങനത്തെ വിന്റേജ് ലെൻസസ് കൊണ്ടുവന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ആകെ ടെസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഏത് ക്യാമറയാണ് ആ സോഫ്റ്റ്വെയർ ഇമേജ് കിട്ടുന്നതാണ്, അങ്ങനെ ടെസ്റ്റ് ഷൂട്ട് ചെയ്തു, ട്രയൽ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി. നമ്മൾ ആ വിന്റേജ് പീരീഡ് ഫീൽ വരുന്നതിന്റെ ഏറ്റവും വലിയ സാധനം ഈ ഗ്ലോ ഇല്ലാത്തതാണ്. അതെ അതെ അതെ, അപ്പൊ അത് അതിനോട് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ, അത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി DOPs. ഞാൻ രാഹുലിന്റെ ആദ്യത്തെ പടം കാണാൻ പോകുന്ന റൊമാൻറ്റിക് പടമായിരിക്കും. ഞാൻ രാഹുലിന്റെ ആദ്യത്തെ പടം കാണാൻ പോകുന്നത് രാഹുൽ റൊമാൻറ്റിക് പടമായിരിക്കും. ഞാൻ രണ്ടും കണ്ടില്ല, എനിക്ക് പേടിയാണ്. ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു പ്രഷേഴ്സ് ഉണ്ടായിരുന്നോ? ലൈക്ക് യൂഷ്വൽ അല്ലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മെയിൻ സ്ട്രീമിൽ റിലീസ് ചെയ്യുന്ന ഒരു പടം ഇത്രയും വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്നു. തിയേറ്ററിൽ ഒരു ഐഡിയ ഇല്ലല്ലോ തിയേറ്ററിൽ എങ്ങനെ ഇത് അതിൽ പല വേർഷൻസ് ഉണ്ട് ആക്ച്വലി. അത് നമ്മൾ ബേസിക് നമ്മുടെ ഒരു കൺവെൻഷൻ ആണല്ലോ, നമ്മൾ ബിലീവ് ചെയ്യുന്നു. സോ ഇനീഷ്യലി മമ്മൂക്കയെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും പറയുന്നത്, ഈവൻ പ്രൊഡക്ഷൻ ഹൗസിനത് പറഞ്ഞു, നെക്സ്റ്റ് ഫിലിം ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മമ്മൂക്ക, പീരിയഡ് സെറ്റിംഗ്. സോ ദീസ് ആർ മൈ 3 words. അവർ ഇമ്മീഡിയറ്റ്ലി ലൈക്ക് സോൾഡ്. ഇതേ സാധനം എനിക്ക് വർക്ക് ആയാലോ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് പോയിട്ട് എൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ ആയതിനു ശേഷം ഞാൻ പറഞ്ഞു, മമ്മൂക്ക നെക്സ്റ്റ് ഫിലിം ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യു നെറ്റ് ആൻഡ് ഇറ്റ്സ് എ പീരിയഡ് സെറ്റിംഗ്. എക്സൈറ്റിംഗ് അല്ലേ? അത് വലിയ എക്സൈറ്റിംഗ് ഒന്നുമല്ല അല്ലേ. പിന്നെ ഞാൻ ടെസ്റ്റ് ഷൂട്ടൊക്കെ ചെയ്ത് കാണിച്ചപ്പോൾ പുള്ളി കൺവിൻസ്ഡ് ആക്ച്വലി. സോ അതിൻ്റെതായ റിസ്ക് ഉണ്ട് ആക്ച്വലി. റിലീസിന് മുമ്പ് അടക്കം ലൈക്ക് സൂപ്പർ ഹാപ്പി വിത്ത് ദ ഫൈനൽ പ്രോഡക്റ്റ്. ആൻഡ് റിലീസിന് തൊട്ട് മുമ്പ് തന്നെ മെനി പീപ്പിൾ ലൈക്ക് വൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വൈ ഡിഡ് യു ഗോ ഫോർ ദാറ്റ് ഓപ്ഷൻ, ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻസും എനിക്ക് അറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞത്. ബട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ. അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് എനിക്ക് ആക്ച്വലി ഡ്രോ മീ ടു മേക്ക് ദിസ് ഫിലിം. ഈ സെക്കൻഡ് ഹാഫിൽ ഈ റൊട്ടേറ്റിംഗ് ചേംബർ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. സോ വി വർ ഡിസ്കസിങ് അവിടെ എന്ത് ലൈക്ക് ഒരു സ്പെക്ടാക്കിൾ ഫാക്ടർ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. സോ മൈ പ്രൊഡ്യൂസർ റാംസാർ സെഡ്, യുനോ കുട്ടിച്ചാത്തനാണ് കോൺസെപ്റ്റ്, പണ്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ വന്നിട്ടുണ്ട്, സോ അതിലൊരു റൊട്ടേറ്റിംഗ് ചേംബർ ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ സംതിങ്. അങ്ങനെയാണ് എനിക്ക് തന്നെ ഐഡിയ വരുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ ഹൗസ് ഇസ് സേയിങ് പുട്ട് എ റൊട്ടേറ്റിംഗ് ചേംബർ, ഇത്ര ബഡ്ജറ്റ് ആവുന്ന വി ഫിസിക്കലി ബിൽഡ് ദാറ്റ് തിങ്, ഫുള്ളായിട്ട് റൊട്ടേറ്റ് ആവും. സോ അങ്ങനെ ഐ തിങ്ക് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ക്രിയേറ്റീവ് നമുക്ക് ലിബർട്ടി ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. ആൻഡ് അങ്ങനെ എനിക്ക് ആദ്യത്തെ ആ ഒരു റിസ്ക് ഉള്ളൊരു ടെൻഷൻ ഒഴിവായി കിട്ടി. പിന്നെ ഐ ന്യൂ ഒരു 10 minutes ഇൻറ്റു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഡെഫിനറ്റ്ലി പീപ്പിൾ അതിന്റെ ഫോർമാറ്റ് മറക്കുന്നുണ്ട്. ഐ മീൻ ഒരു ഫേമസ് ഫിലിം മേക്കർ, ഐ മീൻ കുറെ പേര് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ വേർഷൻ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യുന്ന റോ അല്ല, നമ്മൾ അതിലേക്ക് ഇത് ലട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്തത്. കളർ ഫോർമാറ്റ് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാനതായിരുന്നു. കാരണം ആളുകൾ ഈ മുറുക്കി ഓരോ ചോപ്പെങ്കിലും കളറിൽ കാണും. ഏതൊരു ലൊക്കേഷൻ സ്റ്റില്ലാം കണ്ട് കളറിൽ ആരോ എയിലും കണ്ട് ചെയ്ത സമയത്ത് ആളുകൾ ഇതനി പബ്ലിഷ് ചെയ്തത്, ആളുകൾ മറ്റെല്ലാം കണ്ടീഷൻഡായി. അപ്പൊ ഇനി ഇതിന്റെ കളർ വരാതിരിക്കാൻ ആളുകൾ ഇത് സ്റ്റിൽസ് എങ്കിലും കളർ വരുമോ, അപ്പം ഇതിന്റെ 50 days അതിന്റെ പോസ്റ്റർ, നിങ്ങളെ പോസ്റ്ററിലൊക്കെ 50 crore പോസ്റ്ററിലൊക്കെ കളർ ആരെങ്കിലും പബ്ലിഷ് ചെയ്യുമെന്ന് തന്നെ പേടിച്ചിരിക്കുമായിരുന്നു. ഇല്ല, അത് ബ്ലാക്ക്, അത് ആ ഒരു മെമ്മറി ആയിട്ട് തന്നെ ഇരിക്കുന്ന. ഞങ്ങളില്ലെങ്കിൽ കുറെ BTS സ്റ്റിൽസ് ഒക്കെ റിലീസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ വി തോട്ട്
ഓക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു മെമ്മറിയിൽ എല്ലാവർക്കും ഓഡിയൻസിൽ ഇപ്പോഴും കിടക്കുകയാണ്. സോ വൈ ഡു വി സ്പോയിൽ ദാറ്റ്? അത് അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നിങ്ങളുടെ പ്രൊമോഷൻസിനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കട. അതെ അതെ, എല്ലാത്തിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ പിടിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കളറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഗ്രേഡിൽ മാറ്റാനായിട്ട്? മീൻസ് അതിൻ്റെ കളർ ബ്ലാക്കിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലേ? കളറിൽ ഷൂട്ട് ചെയ്താലോ? കളറിൽ കളറില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷുഡ് ബി ഷോട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറ്റ്സെൽഫ്. കാരണം ലൈറ്റിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. കളറിന് ലൈറ്റ് ചെയ്യുന്ന പോലെ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈറ്റ് ചെയ്യുന്നത്. ലേയേഴ്സ് ലൈറ്റ് ചെയ്ത് ഭയങ്കര വ്യത്യാസം. എല്ലാ ഷെയ്ഡ്സും മനസ്സിലാവില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ നമ്മൾ കാണുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഈ ഒബ്ജക്റ്റ് ഇരുട്ടത്തായി ഒബ്ജക്റ്റിനെ കാണിക്കുക, അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. ഇപ്പൊ പുള്ളി എല്ലാ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ്, എല്ലാ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ്. അപ്പൊ അതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അവിടെ തന്നെ ജഡ്ജ്മെന്റ് കിട്ടും. കിച്ചൺ തന്നെ അതൊരു മേജർ നിങ്ങളുടെ ഒരു ഏരിയ കിച്ചൺ. കുറേ ടെക്സ്ചേഴ്സ് നമുക്ക് വേറെ രീതിയിൽ ഫീൽ ചെയ്യും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അതാണ് ഞാൻ ചോദിച്ചത്, ഈ ലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഹാർഷ് ആയിരിക്കും ചിലപ്പോ. പണ്ടൊക്കെ അപ്പോഴാണ് ഈ സോഫ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും. അല്ല, ഇപ്പൊ ഐ തിങ്ക് ടെക്നോളജി ഈസ് മച്ച് മോർ സപ്പോർട്ടിങ് ടു ദാറ്റ്. അല്ലേ, ക്യാമറ ക്യാൻ ക്യാപ്ചർ ഹൈ ഡെൻസിറ്റി സാധനങ്ങളൊക്കെ ടു അവോയ്ഡ് ദാറ്റ് സോർട്ട് ഓഫ് ഗ്ലോ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഇടുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഞാനൊരു മൂവി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പൊ എന്റെ കൺഫ്യൂഷൻസ് ഇതൊക്കെ ആയിരുന്നു. ആ ഒരു ക്വാളിറ്റി അത് ഞാൻ കോമഡി പടം ഞാൻ ആലോചിച്ചത് പണ്ടത്തെ ലങ്കാദഹന സിനിമയില്ലേ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചുമ്മാ ആലോചിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ. അപ്പം ലങ്കാദഹനം 2 എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ ഈ 2 കാലഘട്ടമല്ല, ഞാനൊരു വേറെ വർഷം അതിനകത്ത് നിന്നൊക്കെ ഞാൻ ആഡ് ചെയ്തിരുന്നു. അപ്പം നമുക്കത് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്ത് പഴയ മോഡിലോട്ട് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുമ്പം കോമഡിയൊക്കെ ചീറ്റ് ചെയ്യാൻ പിന്നെ മൊത്തത്തിൽ ചീറ്റി പോകുന്നത്. അപ്പം അതൊക്കെ ഒരു വലിയ റിസ്ക് എലമെന്റിലോട്ട്. പിന്നെ അതിൻ്റെ ബഡ്ജറ്റ്, ഈ പറഞ്ഞ ലൈറ്റിങ്, പിന്നെ അതിൽ കുറേ സെറ്റപ്പുകളും ഉണ്ട്. ഞാൻ പറഞ്ഞ കുറേ കളർ ലൈറ്റ്സ് ഒക്കെ വെച്ച് പുള്ളി കളിക്കുമല്ലോ, അതൊക്കെ അങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടൊരു ചുമ്മാ ഒരു സാധനം ആലോചിച്ചാൽ. അപ്പോഴേ ഇതിൻ്റെ കുറച്ച് സാധ്യതകൾ നോക്കിയപ്പോൾ ഈ ലൈറ്റിങ്ങിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ക്യാമറയിലോ ഒന്നുമല്ല. ആ സമയത്തൊക്കെ തന്നെയാണ് മൈൻഡിൽ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, റോമ വന്നിട്ടുണ്ട്, റോമ, ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ അവസാനം ഡേവിഡ് ഫിഞ്ചറിന്റെ ഒരു പടം മാക്കോ, ഓൾമോസ്റ്റ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഇറ്റലി അവിടെ ഒക്കെ പോണ്ടി വരും പ്രോസസ് ചെയ്തെടുക്കുന്നു. UK ഈ നമുക്കൊരു ഇതിന്റെ ഇതിൽ ഒരു ക്ലോഷർ പോലെ പോവുകയാണെങ്കിൽ അടുത്ത പ്രൊജക്ട് എല്ലാവരും 2025 അടുത്ത പ്രൊജക്റ്റിലേക്ക് ഇത് ചെയ്തല്ലോ. അപ്പം ഏറ്റവും അവസാനം അനൗൺസ് ചെയ്തത് ചിദംബരാണ്. ജിത്തു മാധവൻ ആവേശത്തിന്റെ റൈറ്റർ ഡയറക്ടറുടെ ഇതില്. അപ്പൊ അതിൽ എനിക്കൊന്നും പറയാത്ത കാര്യങ്ങൾ സൂപ്പർ സ്റ്റാർ ഫിലിം ആണെന്ന് പറയുന്നു. അല്ല, സൂപ്പർ സ്റ്റാർ ഫിലിം അല്ല, അത് എല്ലാം പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു ചെറിയ സിനിമ. മഞ്ഞുമലെ പുതുമുഖങ്ങളല്ല, അല്ലല്ല, ഇത് തീരെ ഫുൾ പുതുമുഖങ്ങൾ. പുതുമുഖങ്ങളല്ലല്ലോ എല്ലാവരും, ഇത് എല്ലാം പുതുമുഖങ്ങളും ഒരു ചെറിയ പയ്യന്റെ കഥയാണ്. ചിദംബരത്തിന്റെ അടുത്ത പടം ഹിന്ദി അല്ല, മലയാളമാണ്. അല്ല, ഇത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ഇതായിരിക്കും. ഹിന്ദി പടം അടുത്ത കൊല്ലം സെക്കൻഡ് ഹാഫ്, ഈ കൊല്ലം സെക്കൻഡ് ഹാഫിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഫാൻഡം ഗാങ്സ്റ്റർ ഡ്രാമ. അതെ അതെ, അത് കംപ്ലീറ്റ് ബോളിവുഡ് ടെക്സ്ചറിലുള്ളത്. അതെ അതെ, അത് മൊത്തം ഒരു ഫുൾ ഫ്ലെഡ്ജ് ഹിന്ദി ഫിലിം. അത് മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ളൊരു കഥ തന്നെയാണ്. എനിക്കൊന്നത് തൊട്ടടുത്ത ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് വിപിന്റെ പടം സന്തോഷ് ട്രോഫി. അത് എനിക്കൊന്നൊരു ഏപ്രിൽ മെയ് ഒക്കെ തുടങ്ങുമായിരിക്കും ഒരു ഷെഡ്യൂൾ. വളരെ ചെറിയൊരു പടമാണ് അത്. അപ്പോൾ അത് എല്ലാം സ്പോർട്സ് ഡ്രാമയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സന്തോഷ് ട്രോഫി ഒന്നുമില്ല, സന്തോഷിൻ്റെ ഒരു ട്രോഫിയും അത്രേ ഉള്ളൂ. സന്തോഷം കിട്ടുന്നൊരു ട്രോഫി അത്രേ ഉള്ളൂ, കിട്ടുന്നൊരു പണി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു രസമുള്ളൊരു ഫാമിലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പൃഥ്വി ലിസ്റ്റിനും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് അതും. അല്ല, ഞാൻ എനിക്കത് ശബരീഷാണ് പേര് സജസ്റ്റ് ചെയ്ത് കഥ കേട്ടപ്പോൾ. ശബരീഷ് ശർമ്മ പെട്ടെന്ന് പറഞ്ഞൊരു പേരാണ്. അപ്പം തന്നെ അത് ഞാൻ വേറെ 2-3 പേരുകൾ ആലോചിച്ച് വെച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ
ശബരീഷ് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അത് അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ അതുണ്ട്. പിന്നെ വാഴ 2 ഇത് രണ്ടുമാണ് എഴുത്ത് നടക്കുന്ന പരിപാടികൾ. മോഹൻലാൽ പടവും മോഹൻലാൽ പടമൊന്നും ഞാനും കേട്ടു. അത് സംഭവം എല്ലാവരുടെയും പേരിലൊരു മോഹൻലാൽ ഇത് ലാൽ സാറുകളൊന്നും പറഞ്ഞാൽ മതി. ചിദംബരത്തിന്റെ മോഹൻലാൽ പടം. അല്ല, ഞാൻ അവരുടെ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ആന്റണി ചേട്ടനോട്ടൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞു, അവരോട്ടൊക്കെ മീറ്റിംഗ് സക്സസ് ആയി. ഇപ്പം ലാൽ സാറിന് കഥ കേൾക്കണം. അപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ബറോസിൻ്റെ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കേൾക്കാന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു, വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് തുടങ്ങാൻ പോകാം. അതിൽ കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക അപ്കമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും പിന്നെ മല്ലിക സുകുമാരൻ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും സജീവമായിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഏരിയ ആയിരുന്നു. അപ്പം മല്ലിക ചേച്ചി സിനിമയിൽ ജോയിൻ ചെയ്തപ്പോൾ സിനിമയുടെ ഒരു കളറോ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവൊക്കെ മാറിയെന്ന് തോന്നി. സിനിമ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തെന്ന് തോന്നി. അപ്പോൾ അത് അവരുടെ ചെറിയ ക്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ എനിക്ക് ഭയങ്കര നമ്മൾ അത്രയും എന്താ പറയുക മല്ലിക ചേച്ചി യൂസ് ചെയ്തിട്ടില്ല എന്ന് സിനിമയിൽ അധികം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നി. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അടുത്ത വർഷം കാണാൻ ആഗ്രഹിക്കുന്നൊരു ഈ പറഞ്ഞ പെർഫോമൻസ് ഈ വർഷം കാണാൻ ആഗ്രഹിക്കുന്നൊരു പെർഫോമൻസ് കൂടിയാണ് മല്ലിക ചേച്ചിയുടെ. അപ്പോൾ അതുണ്ട്. ഇത് മൂന്നാണ് ഇപ്പം ഉള്ളത്. ഹിന്ദി പ്രൊജക്ട് അത് നേരത്തെ പറഞ്ഞ അത് ഇല്ല, അത് ഞാൻ ഒന്നും ഫൈനലാക്കിയിട്ടില്ല. നമ്മളൊന്നും ജെ അല്ല ശരിക്കും. ജെ ഞാൻ അന്ന് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു. വേറൊരു പ്രോജക്റ്റ് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഫൈനലാക്കിയില്ല. ഒന്ന് ഇവിടുത്തെ പരിപാടികൾ, രണ്ട് ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു സ്ട്രക്ചറിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് സമയം വേണം. ഇവിടെ ഇപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ സിനിമകൾ നടക്കുമ്പോൾ അവിടെ പോയി സമയം കളയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് നിൽക്കുന്നത്. ഒരു തെലുങ്ക് പ്രോജക്റ്റ് ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ അതിനുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ക്രിസ്റ്റോ ഉറപ്പായ അടുത്ത സിനിമയുടെ കാര്യങ്ങളിലേക്ക് കടന്നു കാണുമല്ലോ. ഞാനില്ല, ഫീച്ചർ ഫിലിം ഈ പറഞ്ഞ പോലെ എഴുത്തും ഡിസ്കഷൻസൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഒരു സീരീസ് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി. അത് ഷോ റണ്ണും ഡയറക്റ്റും ചെയ്യുന്നു. അതിൻ്റെ എഴുത്ത് നടക്കുന്നു. അത് ഈ വർഷം 25 തന്നെയുള്ള ഈ വർഷം സെക്കൻഡ് ഹാഫിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതാണ് കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് ഓൺ പേപ്പർ. ബാക്കി പ്രോജക്ട്സൊക്കെ ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഉള്ളൊഴുക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം റോം കോം എൻ്റെ എഴുത്ത് നടക്കുന്നുണ്ട്. അതുപോലൊരു ആക്ഷൻ കോമഡി. ചിലപ്പോൾ നമുക്കൊരു ടാഗ് കൂടി വരുമല്ലോ അപ്പം നമ്മളെ ആൾക്കാർ വിളിക്കുമ്പോഴും അങ്ങനത്തെ പ്രോജക്ട്സിനാണ് വിളിക്കുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന കഥകളും ഒക്കെ അങ്ങനെ ആയിരിക്കും. നമുക്ക് ഭയങ്കര ഇമോഷണലി ഇന്റൻസിറ്റി ഞാൻ പറഞ്ഞു ചെയ്തതിന്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. ഇനി കുറച്ച് നാളത്തേക്ക് ഇല്ല. കറിയൻ സൈഡ് കടലക്കറി കാണുമ്പോൾ അപ്പം അങ്ങനെ ഡിഫറെന്റ് വേറെ 1-2 പ്രോജക്ട്സ് ഇങ്ങനെ എഴുത്ത് നടക്കുന്നു. ആനന്ദ്? എൻ്റെ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടൊന്നും പറയാറായിട്ടില്ല. ഒരു മാരേജ് ആൻഡ് ഡിവോഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡോക്ടർ സബ്ജക്റ്റും ഒരു ഫിസിക്സ് പ്രൊഫസറിൻ്റെ ഒക്കെ ഒരു കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. 2-3 അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഈ 2 സബ്ജക്റ്റിനും എനിക്ക് കുറച്ച് സീനിയർ ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ ഒക്കെ ഒരു ആവശ്യം ഞാൻ എഴുതിയപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കങ്ങനെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇനി എനിക്ക് തീർത്തിട്ട് ഇവരെ കാണുക എന്നുള്ള ഒരു ഐഡിയ ആണ്. അല്ലാതെ ഇങ്ങനെ ഒരു മിഡ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു കഥയുടെ ഐഡിയ വെച്ചിട്ട് പോവുക അങ്ങനെ അല്ലാതെ സ്ക്രിപ്റ്റ് തീർത്തിട്ട് പോകണം എന്നുള്ള. അപ്പോൾ പ്രോബ്ലി ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും തീർന്ന് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. രാഹുലിന്റെ കാര്യത്തിൽ രാഹുലിന്റെ അടുത്ത പടം ട്വിറ്ററൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പ്രണവ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൊററാണെന്നൊക്കെ. രാഹുൽ എനിക്കൊന്നത് അടുത്ത പടത്തിന്റെ ബാക്കി പ്രീയിലേക്ക് കടന്നു തോന്നുന്നു അല്ലേ? അതിന്റെ എഴുത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ബാക്കി കാസ്റ്റൊക്കെ ലോക്കാവാണ്. പിന്നെ മാർച്ചിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഹൊററാണ്. ഹൊറർ ഉടനെ വിടുന്നില്ല. ഹൊറർ ആക്ച്വലി കോവിഡിൽ നമ്മളെല്ലാവരും കോവിഡ് കാലത്ത് ഒരു 1.5 കൊല്ലം എല്ലാവരും ക്വാറന്റൈൻ ചെയ്തത്. അപ്പൊ ഞാൻ ഒരു 10 കൊല്ലം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് കുറെ ഹൊറർ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഓരോന്ന് പുറത്തേക്ക് എടുക്കാൻ. സോ അത് ഹൊററാണ് ഇപ്പൊ തൽക്കാലം അതിലേക്ക് അങ്ങനെ പോട്ടെ. അതെനിക്ക് രാഹുലും
MC ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പടം പോയിട്ട് ഒരു 5-6 വർഷം വെറുതെ ഇരുന്നതിന്റെ സാധനം അവിടെയുണ്ട് ഇവിടെയുണ്ട്. കണക്ഷൻ മുത്തുകവ് കഴിഞ്ഞിട്ട് വലിയ ഗ്യാപ്പിലേക്ക് കുറെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണ് അടുത്ത പടമായിട്ട് വരുന്നത്. സ്റ്റോക്ക് ഉണ്ട്. രാഹുലാണെങ്കിലും റെഡ് റെയിൻ കഴിഞ്ഞിട്ട് ഭൂതകാലത്തിലേക്ക് വരുന്ന സമയത്ത് രാഹുലും അടുത്ത പ്ലാനുകൾ സെറ്റാണ് അല്ലേ തുടർന്നുള്ള സിനിമ? ഐ മീൻ ഫ്രം റെഡ് റെയിൻ അല്ല, ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പടം ഒരു ബോക്സ് ഓഫീസിന് ചലിപ്പിക്കുന്ന ഒരു സിനിമയല്ല. പിന്നെ നമ്മുടെ MC-യുടെ അല്ലായിരുന്നു, വിപിന്റെ അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഗ്യാപ്പിന് ശരിക്കും ക്രിയേറ്റീവ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. കുറെ സിനിമകൾ കണ്ട് കുറെ നെക്സ്റ്റ് ഇനിയൊരു എഫക്റ്റീവ് ആയിട്ടുള്ള എങ്ങനെ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ചാലഞ്ച് ആയിരുന്നു. അങ്ങനെയാണ് ഭൂതകാലം സംഭവിച്ചത്. ബട്ട് ചിലപ്പോ ആ ഗ്യാപ്പ് നല്ലതായിരിക്കും, നമുക്ക് റീതിങ്ക് എന്തുകൊണ്ട് ഫെയിൽ ആയി എന്നൊക്കെ. അതെ അല്ലേ, ഇന്നിപ്പോ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇതുമാതിരി ഒരു ഫിലിം എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അന്ന് 10 കൊല്ലം മുമ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ കോൺഫിഡൻസ് അത് വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരിക്കൽ വീണു പാളി കുറച്ച് ദിവസം വീട്ടിൽ ഇരുന്നപ്പോ കുറെ തെങ്ങിത്തിയത് കുറെ പേരടുത്ത് പോയി എല്ലാം തിരിച്ചു വന്നു. പിന്നെ നമുക്ക് മനസ്സിലായി വെറുതെ പുറകെ കാര്യം നടക്കില്ല. അപ്പൊ ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള രീതിയിലോട്ട് ചിന്തകൾ പോയി. അതിലാണ് ഭൂതകാലം സംഭവിച്ചത്, സൂക്ഷ്മദർശിനി സംഭവിച്ചത്. ഞാൻ പക്ഷേ നോൺസെൻസ് റിലീസിന് മുമ്പ് തന്നെ സൂക്ഷ്മദർശിനി ഉണ്ടായിരുന്നു. അതിന്റെ ബേസിക് കഥ ഉണ്ടായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ. ശരിക്കും 19 ഞാൻ ഹിന്ദിയിലായിരുന്നു അത് ആദ്യം. ഒരു 6 മാസം പ്രീ പ്രൊഡക്ഷൻ ഞാൻ ആർട്ടിസ്റ്റൊക്കെ ഇന്നേതാ. പിന്നെ അത് ഡ്രോപ്പായി. പിന്നെ മലയാളത്തിൽ വന്നൊരു 3-4 കമ്പനിയുടെ അടുത്ത് ഞാനത് പിച്ച് ചെയ്തിട്ടില്ല. പലർക്കും അതിന്റെ തേർഡ് ആക്ട് ചെയ്യാനുള്ള ധൈര്യം കുറവുണ്ടായിരുന്നു. തേർഡ് ആക്ടിൽ പറയുന്ന റീസൺ ഹാപ്പി ഹവേഴ്സ് അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ ടേക്ക്. അപ്പോൾ എനിക്കത് ആ കണ്ടന്റ് എൻ്റെ വിഷൻ അതുപോലെ മനസ്സിലാവുന്ന ഒരു കമ്പനിക്ക് അതും ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ടൈമാണ് ഈ ടൈം ഗ്യാപ്പ് എന്ന് വെച്ചാൽ പല പല കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ ഡിലേ ആയി പോയി എന്നുള്ളതാണ്. ശരിക്കും 20 തന്നെ നടക്കേണ്ടത്. ഹാപ്പി ഹവേഴ്സിൽ വന്നിട്ട് 20 നടക്കാതെ പോയി. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയാണത്. ഈ കിഷ്കിന്ദാണ്ടാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ഡ്രിവൺ സിനിമയാണല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ശതമാനവും നമ്മൾ ഈ വിജയരാഘവന്റെ ക്യാരക്ടറിൻ്റെയും ആസിഫിന്റെ ക്യാരക്ടറിൻ്റെയും മുഖത്ത് നമ്മളോട് ഡീകോഡ് ചെയ്യും. അപർണയുടെ കൂടെ നമ്മളോട് ആ ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയുടെ പാർട്ടാവുന്നില്ല. നമുക്ക് അടുത്ത ഐഡിയ പിടികിട്ടാൻ ഗണ്ണ് എവിടെയാണ് അല്ലെങ്കിൽ കുട്ടി എവിടെയാണെന്നൊക്കെ ഉള്ള ഇതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നെക്സ്റ്റ് ഫിലിം എന്നുള്ളത് അങ്ങനെ ഒരു പെർഫോമൻസ് ഡ്രിവൺ സ്വഭാവത്തിലാണോ, എന്താണ് അടുത്ത ആലോചനയിലേക്ക് എത്തിയോ? അതെ, എന്തായാലും ചെന്നൈയാണ് വരുന്നത്. ഒരു വിധത്തിൽ പിടിച്ചോണ്ടാണ് സെയിം ഇതേപോലെ തന്നെ നമ്മൾ കിഷ്കിന്ദാണ്ട സംസാരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ബാഹുൽ എഴുതിയ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ ഡിലേ ഉണ്ടാവില്ല നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ എപ്പം നടക്കും എന്നുള്ള. അപ്പോൾ ആ സീൻ്റെ ഡേറ്റ് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ആ സമയത്ത് എഴുതിയൊരു സബ്ജക്റ്റ് തന്നെ അപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ. അതെ, ഇതേപോലെ തന്നെ ബാഹുലിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ഐഡിയാസാണ് കുറച്ച്. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നുള്ള പ്ലാനിൽ. അപ്പോൾ അതിൽ മെയിൻ ക്യാരക്ടേഴ്സെല്ലാം കുറച്ചും കൂടി യങ് ഏജുള്ള പുതിയ ആരെങ്കിലും ആണെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി അടുത്ത് തന്നെ നടക്കും. എൻ്റെ മീറ്റിംഗ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതും 2025 പ്രൊജക്റ്റ് ആണല്ലേ? അതെ അതെ അതെ. ജിതിൻ്റെ നെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ തെലുങ്കിൽ നിന്നാണ് ഒരു കമ്പനി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്ലാൻ ആയിരിക്കുന്നത്. ആ തെലുങ്കിൽ തന്നെ ചെയ്യാനുള്ളൊരു ത്രില്ലർ തന്നെയാണ്. അതുപോലെ തന്നെ മലയാളത്തിലും ഒരു പ്രോജക്റ്റ് ഏകദേശം എഴുതി കഴിഞ്ഞു. അത് പ്രൊജക്റ്റ് ആക്കാനുള്ള പ്രോസസ്സിലാണ്. ഈ രണ്ടിൽ ഏതാണ് ആദ്യം പ്രാക്ടിക്കൽ പോലെയാണ് ആക്ച്വലി. കേട്ടിട്ട് കൊതിയാവും. നിങ്ങൾക്ക് എല്ലാവരും പെട്ടെന്ന് ഞാനിനി ഏതൊക്കെ കാലത്ത് ചെയ്യാനാണ് എന്താ എഴുതി തീരാത്തോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നതാ. ഞാൻ ഇതൊക്കെ ഏത് കാലത്ത് ചെയ്യാൻ അപ്പോഴെ പെട്ടെന്ന് ജിത്ത് വിളിച്ചൊരു സ്ക്രിപ്റ്റ് കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ അതൊരു ഭയങ്കര ഒരു ക്യൂരിയസ് കൊളാബറേഷൻ ആണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫിലിംസിന്റെ ക്യാപ്റ്റൻസ് ഫിലിമിന്റെ വലിപ്പമില്ല ഇതിനെന്നുള്ളതാണ്. വലിയ ഒരു ആവേശം ആവേശം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് ശരിക്കും അതായത് ഇപ്പം ചിദംബരം തന്നെ റൈറ്റർ കോ റൈറ്റർ സ്വഭാവത്തിലുണ്ടായിരുന്ന പടമാണല്ലോ. ഇത് എൻ്റർലി ഡിഫറെന്റ് ആയ മറ്റൊരു 2 സിനിമ എടുത്ത ഒരാളുമായിട്ടാണല്ലോ കൊളാബറേറ്റ് ചെയ്യുന്നത്. വേറൊരു തിരിച്ചറിവുണ്ട്. ഞാൻ തന്നെ എഴുതി ഇത് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും നടക്കൂല എന്നുള്ളൊരു നല്ലൊരു തിരിച്ചറിവുണ്ട്. കാരണം ലൈക് ഫോർ മീ ഇറ്റ് ഇസ് ദ റൈറ്റിംഗ് ഇസ് ദ hardest thing. ജിത്തു എങ്ങനെ എഴുതുന്നത്? ജിത്തു വെറുതെ അരമണിക്കൂറിലൊക്കെ എഴുത്തരും. ചോറ കഴിക്കാൻ അങ്ങനെയാണ് വീട്ടുകാരൊക്കെ പറയണത്. അപ്പൊ ജിത്തു പെട്ടെന്ന് എഴുതുന്ന ആളാ.
അപ്പം എനിക്ക് എഴുതണമെങ്കിൽ ഫസ്റ്റ് തിങ് ഈസ് ടു മേക്ക് മൈസെൽഫ് സെറ്റ് സംവെയർ. അതെന്നെ ഒരു വലിയ ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് അതിനുള്ള മോട്ടിവേഷനൊക്കെ ഉണ്ടാക്കി എഴുതുമ്പോൾ കൊല്ലങ്ങളെടുക്കും. സോ ബട്ട് ഐ റൈറ്റ്, ബട്ട് ഐ ടേക്ക് മൈ ഓൺ സ്വീറ്റ് ടൈം. സോ അത് ഒട്ടും ചില സമയത്ത് പ്രാക്ടിക്കൽ അല്ല. ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നമുക്കിത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പം ഈ പുതിയ ആളുകളെ ഒരുപാട് ഓൺബോർഡ് ചെയ്യുന്നു, പുതിയ ആളുകൾ വരുവാണ്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ആശ്രയ ടീമിനെ അടക്കം കൊണ്ടുവരികയാണ്. ഇപ്പം ഇലക്ട്രോണിക്കലി ഏറ്റവും കൂടുതൽ കേട്ട പാട്ടുകളിലൊന്നാണ്. ഈ പുതിയ ആളുകളെ കൊണ്ടുവരുന്നു. അതേസമയം തന്നെ ഇത് സ്വാഭാവികമായിട്ടും ഈ റൗണ്ട് ടേബിൾ കാണുന്നവർക്കും സിനിമയിലേക്കുള്ള എൻട്രി എത്ര ദുഷ്കരമാണെന്ന് ഇതൊക്കെ ഒരു കാലത്ത് നിങ്ങളെല്ലാം ചിന്തിച്ചൊരു സംഗതിയാണല്ലോ. സിനിമയിലേക്കുള്ളൊരു കയറി വരവ് പ്രയാസകരമല്ലാതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പുതിയ ആളുകളെ കൊളാബറേറ്റ് ചെയ്യുന്നത്? അല്ല, അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത രീതിയുടെ വ്യത്യാസം. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും നമ്മുടെ വർക്ക് ചെയ്തെല്ലാം പുതിയ ആൾക്കാരാണ്. ഇപ്പോഴും എനിക്ക് സമീർക്ക് അടുത്ത് ഷാജിക്ക് അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് ക്യാമറയും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പേടിയാണ്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇവരടുത്തൊക്കെ പോകാൻ, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല. വർക്ക് ചെയ്യുമ്പോൾ ഈഗോ ക്ലാഷ്, ഒരു കൊളാബ് പ്രശ്നമാകും എന്നൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമയിലും എല്ലാം പുതിയ ക്യാമറമാനാണ്, എല്ലാ ടെക്നീഷ്യൻസും പുതിയതാണ്. ഈവൻ ആർട്ട് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ അഭിനയിക്കുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മ്യൂസീഷ്യൻസ് നമ്മളെ വാഴയിൽ ഇപ്പോൾ 6 മ്യൂസീഷ്യൻസ് ഉണ്ട്. അങ്കിത്ത് ഓൾമോസ്റ്റ് പുതിയതായിരുന്നു. പിന്നെ ആർട്ട് ഡയറക്ടർ ഗുരുവാല ആർട്ട് ഡയറക്ടർ ഇത്രയും വലിയ സെറ്റ് ഇട്ട ആൾ പുതിയ ആളാണ്. അപ്പം വാഴ ജയജക്ക് പുതിയ ആൾക്കാർ. അപ്പം ഇപ്പം ചെയ്യുന്ന പടത്തിലും പുതിയ ഡയറക്ടറും പുതിയ ക്യാമറമാനൊക്കെയാണ്. അപ്പം ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒന്ന് പാളിയാലും നമുക്ക് കുറച്ചുകൂടെ സമയം എടുക്കാം, റീഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെയും ഷൂട്ട് ചെയ്യാം. ഈ വക സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് പോകുന്ന പുതിയ ആൾക്കാർ കിട്ടാം. അപ്പം ഇത് വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് ആളുകൾക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇവരുടെ വർക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് ഇപ്പം വർക്കാവാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അവർ ഫെയിഡായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ആളുകളിങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ചിദംബരം ആണെങ്കിലും കോവിഡിൻ്റെ സമയത്താണ് ഒരു ഭയങ്കരമായ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ. പിന്നെ സിനിമയിലേക്ക് വന്നു അങ്ങനെ ഒരു ഇടിച്ചു കയറി സിനിമയിലൊരു സ്വന്തം കഥാ സംവിധാനത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല എന്ന് ചിദംബരം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗണപതിയാണ് ഒരു പ്രൊഡക്ഷൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ ഒരാൾക്ക് എളുപ്പം കയറി വരാവുന്ന ഇൻഡസ്ട്രി ആയിട്ട് അതിനെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി സിനിമ ഭയങ്കരമായിട്ട് ആഫ്റ്റർ ഡിജിറ്റലൈസേഷൻ സിനിമ ഭയങ്കര ഡെമോക്രറ്റൈസ് ആയിട്ടുണ്ട്. സോ വി ക്യാൻ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് സിനിമയിലേക്കുള്ള ആക്സസ് ഭയങ്കര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. പഴയ പോലെ എനിവൺ ക്യാൻ മേക്ക് എ ഫിലിം ബിക്കോസ് കേരളം എനിക്കൊന്നും ഇറ്റ് ഈസ് ബിക്കം വെരി ഓപ്പൺ ആൻഡ് എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രി ഇറ്റ്സ് എ സ്മോൾ ഇൻഡസ്ട്രി ആൻഡ് എവരി വൺ നോസ് എവരി വൺ. ആൻഡ് ഇവിടെ എനിക്കൊന്ന് ബാക്കി കമ്പയർ ടു അതർ ഇൻഡസ്ട്രീസ് ഇറ്റ്സ് ഭയങ്കര ഈസി ടു എളുപ്പമാണ് ടു ബിക്കം ആരെങ്കിലും കഥ ഇഷ്ടംപോലെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ലൈക് ന്യൂ പ്രൊഡ്യൂസേഴ്സ് വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഓൾസോ ബാഡ് തിങ് ഇൻ സം ബിക്കോസ് വി ക്രിയേറ്റ് മേക്ക് എ ലോട്ട് ഓഫ് മൂവി. കഴിഞ്ഞ കൊല്ലം തന്നെ ഇപ്പം കണക്ക് വന്നില്ല, നമ്മൾ 100ന്റെ കുറെ പടങ്ങൾ ഉണ്ടാക്കി നമ്മൾ 1000 കോടിയിൽ 700 കോടി ലോസിലാണ്. അപ്പം ഇഷ്ടംപോലെ പടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറെ അതിലൊരു 50% പുതിയ ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പം സിനിമ ബാക്കി ഇൻഡസ്ട്രി പോലെ അല്ല, അത് ഇവിടെ ഇറ്റ്സ് വെരി ഈസി ടു ബി എ ഫിലിം മേക്കർ. പക്ഷെ അതിനുള്ള ഒരു പുഷ് നിങ്ങൾ തന്നെ പുഷ് ചെയ്ത് അതിനുള്ള ക്ഷമയും പെർസിവറൻസ് എല്ലാം ഉണ്ടാവണം. then you can writers are difficult. We don't have writers much. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സമയബന്ധിതമായ സിനിമ ആലോചിച്ച റൈറ്റേഴ്സ് ഇല്ല. റൈറ്റേഴ്സ് ഉണ്ട്, അവരെല്ലാം സിനിമ കണ്ടിട്ടാണ് എഴുതിട്ട് വരുന്നത്. ഒരു 10 സിനിമ കാണുമ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസിൽ ആ സിനിമ കോപ്പി ചെയ്യുന്നല്ല, സിനിമ കണ്ടതിന്റെ ട്രാക്കിലാണ് അവർ എഴുതുന്നത്. പക്ഷെ നമ്മളും ആദ്യം അങ്ങനെയൊക്കെ എഴുതിയത്, അതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ഞാൻ ഫസ്റ്റ് സിനിമയ്ക്ക് ഇത് രണ്ടാമത്തെ വരുമ്പോൾ നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ട് അത് ആളുകളെ ഒബ്സർവ് ചെയ്യാനും ചുറ്റുവട്ടത്തുനിന്നും ആ ഒരു സറൗണ്ടിങ്സിൽ പോയിട്ടൊന്ന് എഴുതാനും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേറെയാണ്. അപ്പം നമ്മൾ ഇപ്പം സിനിമ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇപ്പം എഴുതുന്ന സിനിമകൾ പെട്ടെന്ന് പെട്ടെന്ന് സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡ്രാഫ്റ്റ് എഴുതുന്നുള്ളൂ. ഈവൻ ക്ലൈമാക്സ് ഓപ്പൺ ആയിട്ട് വിടും. എന്നിട്ട് ഷൂട്ടിനിടയിലാണ് ഈ പ്രോസസ്സിൽ സിനിമ വലുതാവാണ്, സീൻസ് ആഡ് ചെയ്യും. അപ്പം ഞാനൊരു 30 ദിവസം ഷൂട്ടാണെങ്കിൽ ഞാനൊരു 50 ദിവസം 60 ദിവസം മേടിച്ച് വയ്ക്കും ആർട്ടിസ്റ്റിനെ നിന്ന്. എന്നാൽ മാത്രമേ ഷൂട്ടിൽ തീരുള്ളൂ. ചാർട്ട് ആർക്കും കൊടുക്കില്ല. കാര്യം ഇത് നമ്മൾ പ്രോസസ്സിൽ വലുതാവും സിനിമ. അപ്പോൾ ഈ വക എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ സിനിമ വേറെ തന്നെ ഒരു സിനിമയായിട്ട് മാറും. ഇപ്പം മഞ്ഞുമലാണെങ്കിലും മുകേഷ് കിണ്ടാണ്, ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരും സിനിമ അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും സിനിമ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഒരു റൈറ്റേഴ്സൊക്കെ എപ്പോഴും കാണുന്നത് നമ്മൾ എഴുതി അത് എൻഡ് ചെയ്തു, ഇത് നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നു എന്ന പ്ലാനിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ എത്താത്തത്. അത് ക്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചെത്തുന്നു. ഞാൻ സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ
ഭയങ്കര ബേസിക് ആയിട്ട് തോന്നുന്നു ഇതിന്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും. പലരുടെയിലും എനിക്ക് തോന്നിയിരിക്കുന്നത് ഐഡിയാസ് ഉണ്ട്, പക്ഷെ ഐഡിയാസ് ഉണ്ടായില്ലല്ലോ. ഇതിന്റെ തേർഡ് ആക്ട് ആണ് ആളുകളുടെ ഐഡിയാസ് ഇല്ലാത്ത തിരിച്ചെത്തിക്കാൻ ഒരു ലിറ്റററി മൈൻഡഡ് ആണ്, ഒരു എഴുത്തിനുള്ള ഒരു പരിപാടി. ലോകത്തുള്ള എല്ലാ സിനിമ ചെയ്യാൻ പറ്റും. കഥയുണ്ട്, സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടാണ്. നമുക്കൊരു ബസ്സിൽ ഒരാളെ കണ്ടാൽ പോലും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ജീവിതം സിനിമയാക്കും. 200 സിനിമകളിൽ 20 സിനിമയ്ക്ക് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നിടത്ത് അത്രയും സിനിമ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു അത് ഈ എല്ലാ പ്രോസസ്സിലും ഉണ്ടാവുന്ന അപ്രോച്ചിന്റെ വ്യത്യാസം തന്നെയാണ്. നമ്മളിപ്പം പലപ്പോഴും ശ്രദ്ധിച്ചാല് സിനിമകൾ റിജക്ട് റൈറ്റിംഗ് ആണ് റിജക്ട് ചെയ്യുന്നത്. സിനിമ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്താൽ ആ പടത്തിന്റെ റൈറ്റിങ്ങിനെയാണ് റിജക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഫിലിം മേക്കിംഗ് അത്യാവശ്യം എല്ലാവർക്കും ധാരണയുണ്ട്. ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസേഷൻ ആയ പിന്നെ ഈസി ടു മേക്ക്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു ലേൺ, പഠിക്കാൻ ആൾക്കാർക്ക് ആവേശവുമുണ്ട്. പക്ഷെ റൈറ്റിങ്ങിലോട്ട് ഇറങ്ങാനും റൈറ്റിംഗ് പഠിക്കാനും റിക്വയർസ് ഭയങ്കരമായിട്ടുള്ളൊരു സോളിറ്ററി പ്രോസസ്സ് ആയതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. അത് പഠിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അതിലേക്കാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾ വരേണ്ടത് റൈറ്റിംഗിലേക്ക് തന്നെയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ പേരും റൈറ്റർ ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പം രാഹുലും അങ്ങനെ റൈറ്റിംഗ് എന്ന് പറയുന്നതിനാണ് ഒരു സമയം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്. റൈറ്റിംഗ് ഡെഫിനറ്റ്ലി അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് തന്നെ വിഷ്വലൈസ് ചെയ്ത് എഴുതാൻ പറ്റും, അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. മാക്സിമം റൈറ്റിംഗിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ, ലൈക്ക് ലാസ്റ്റ് ടൈം ചിദംബരം സെഡ്, ഫിലിം ഇസ്, I mean, it's there. I mean, the writing phase കഴിഞ്ഞ് കഴിഞ്ഞാൽ you seen the film. പിന്നെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. റൈറ്റിംഗ് പ്രോസസ്സിൽ കണ്ട സിനിമയല്ല ഞാൻ അവസാനം കാണുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെപ്റ്റ് ഓൾസോ. ഷൂട്ടിൽ ഒരുപാട് മാറും, പോസ്റ്റിൽ മാറും, ഇപ്പൊ സിനിമയുടെ പേസ് മാറും. പിന്നെ റൈറ്റിംഗ് തീരുന്നില്ലല്ലോ. എഡിറ്റിംഗ് ഈസ് ഓൾസോ റൈറ്റിംഗ്, മിക്സിംഗ് ഈസ് ഓൾസോ റൈറ്റിംഗ്. പ്രോസസ്സിലോട്ട് വരും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത എലിമെൻ്റൊക്കെ ലാസ്റ്റ് നമ്മൾ ഭയങ്കര വലിയ എലിമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ അതെനിക്കൊന്നും ആ സിനിമയുടെ ഓരോ പ്രോസസ്സിലുണ്ടാകുന്നൊരു വളർച്ചയിൽ ചിലപ്പം നമ്മളും കൂടെ വളരുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ബോധത്തിൽ പോകുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് ഫേസ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ശരിക്കും പറഞ്ഞാൽ പിന്നീടുള്ള ഒരു പ്രോസസ്സിൽ എനിക്ക് ആ ഹൈ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ പേപ്പറിൽ എഴുതാറില്ല, ഫ്ലോ ചാർട്ട് വരച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ പേരെ കോമൺലി കണക്ട് ചെയ്യുന്ന സാധനം ഇപ്പം ജാനേമൻ നോക്കിയാൽ അറിയാം. ജാനേമനിൽ നിന്നാണ് ബേസിലിൻ്റെ ഒരു സ്റ്റാർഡം നമ്മൾ പറയുകയാണെങ്കിൽ. ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഗ്യാരണ്ടീഡ് ആക്ടർ സ്റ്റാർ ഇത് ഉണ്ടാവുന്നത്. ബേസിലിൻ്റെ ഭയങ്കര രസമുള്ള, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഇതിന് കുറച്ചുകൂടി ഫണ്ണുള്ള, എനിക്കൊന്ന് പടം ഇറങ്ങിയിട്ട് എത്രയോ കാലത്തിന് ശേഷം പാട്ട് ട്രെൻഡ് സെറ്റർ ആവുന്നതായിരുന്നു കക്ഷിയമണിപ്പിള്ള എന്ന് പറയുന്നത്. സൂക്ഷ്മദർശിനി അങ്ങനെ ബേസിലിൻ്റെ ഒരു ഈ പറയുന്ന ഗ്രാൻഡ് സക്സസിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ് ബേസിൽ. നിങ്ങളെ ജെ ഹേ വേറെ രീതിയിൽ ബേസിലിനെ ഇവിടുത്തെ സ്റ്റാർട്ടത്തിൽ ബേസിൽ, അതായത് ഞാനൊരു ഇപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ 2024 നമ്മുടെ ഇൻഡസ്ട്രിയുടെ ലാഭനഷ്ട കണക്കിന്റെ കാര്യം പറയുമ്പോൾ അവിടെ എപ്പോഴും ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ട് നിൽക്കുന്ന ആക്ടർ സ്റ്റാർ ബേസിലാണ്. ഡയറക്ഷൻ സെൻസ് ഉള്ള ആക്ടേഴ്സ് ആണ് ഇപ്പം ഹൈ ആയിട്ട് നിൽക്കുന്നത്. അത് ഏത് ഇൻഡസ്ട്രി എടുത്താലും ഇപ്പം മലയാളത്തിലാണെങ്കിലും ബേസിലും പൃഥ്വിരാജും മമ്മൂക്കയൊക്കെ നിൽക്കുന്നത് ആ ഡയറക്ഷൻ POV കൃത്യമായിട്ടുള്ള അവരെ ക്യാരക്ടറിനേക്കാൾ കൂടുതൽ സിനിമയുടെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുടെ. ഇപ്പം നമ്മൾ തമിഴ് പോയാലും കമൽഹാസൻ സാർ പോലെ, ശിവകാർത്തികൻ സാർ, ഇപ്പം ധനുഷ്, എല്ലാം ഡയറക്ടേഴ്സാണ്. ഇപ്പം തെലുങ്കിൽ പോയ നാനിയാണ്, ഹിന്ദി അമീർ ഖാനോ മറ്റേ ആയുഷ്മാൻ ഖുറാനൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ സിനിമകൾക്ക് ഇവരൊരു ഡയറക്ഷൻ POVയിൽ സിനിമ നോക്കി കണ്ടിട്ടാണ് അവർ സിനിമ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല അതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു ചേഞ്ച് വരുമ്പോഴാണ് ഈ ആക്ടറിന് സക്സസ് റേറ്റ് കൂടുന്നതായിട്ട് എനിക്കത്. ഇപ്പോൾ ഹോളിവുഡ് എടുത്താലും മെൽ ഗിബ്സൻ്റെ പടവും ഇങ്ങനെയുള്ള പടങ്ങൾ കയറുന്നത് അവർ ഡയറക്ടർ ആയതുകൊണ്ടാണ്. അപ്പം അത് ഇവിടെയും ആക്ച്വലി ബേസിലിന് ഈ സൂക്ഷ്മദർശിനി സിനിമ സംഭവിക്കണമെന്നായിരുന്നു ഇഷ്ടം. ഞാൻ അഭിനയിച്ചാലും ഇല്ലെങ്കിൽ ആ സിനിമയോടും ആ കണ്ടന്റിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ ബേസിന് കാര്യം പറയുമ്പോൾ എനിക്കൊന്നും അത്രയ്ക്ക് എത്തിയിട്ടില്ല. അതിലാണ് എനിക്കൊന്ന് ബേസിൽ ഒരു കോമഡിയൻ മീൻസ് ഒരു സൈഡ് ആക്ടർ എന്നുള്ളൊരു നിലയിൽ. അപ്പോൾ ബേസിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബേസിൽ ആ കോസ്റ്റ്യൂം ഇടുമ്പോൾ എന്നോട് ചോദിച്ചു, ഇത് ഞാനിപ്പോൾ വരുന്നേ ഉള്ളൂ, ഇതെല്ലാം ഇട്ടിട്ട് എൻ്റെ ഇമേജ് പോക്കണമെന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓവർ ദ ടോപ്പാണ്. ഞാൻ വാഴയിലും ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത അവിടെ
വാഴയിൽ ഗസ്റ്റ് റോൾ അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പടം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആനന്ദിൻ്റെ പടമാണ്, അവൻ്റെ കുറേ കാലം അവൻ പടം ചെയ്തിട്ടില്ല, നമ്മൾ വേണം അവനെ ഹെൽപ്പ് ചെയ്യാൻ. ആനന്ദാണല്ലേ, ശരി വരാം. അങ്ങനെയാണ് വരുന്നത്. ആനന്ദ് ഒരു നല്ല പടം ചെയ്യണമെന്ന് ആഗ്രഹം ബേസിൽ നമ്മളെപ്പോലെ ബേസിലും ഉണ്ട്. അപ്പം അതിൻ്റെ പാർട്ടാവാൻ ബേസിൽ എപ്പോഴും റെഡിയായിരിക്കും. ഇപ്പൊ എന്തായാലും 2025 നമ്മൾ ഇനി അടുത്തൊരു റൗണ്ട് ടേബിളിലും ഈ ടീമിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഗംഭീരമായ വർഷമായിട്ട് 2025 മാറട്ടെ. വേണമെങ്കിൽ ഇടയ്ക്ക് മമ്മൂക്കയായിട്ട് ഒരു പടം കൂടി ഉണ്ടോ എന്ന് ചോദിക്കാം. പടം അല്ലേ, വിട്ടുപോണ്ടാന്ന് കളറില് കളറിലൊരു പടം കളറിലൊരു മമ്മൂക്ക പടം ഉണ്ടോ ആലോചിക്കാം, വിജയിക്കാം. പിന്നെ എല്ലാവരും അവരുടെ ഇതിനപ്പുറത്തെ ജോണേഴ്സ് ജോണേഴ്സ് ഷഫിൾ ചെയ്യാം. പിന്നെ ക്രോസ് ഓവർ പോലെ നിങ്ങൾക്ക് ഇപ്പം ജിത്തുവിനെ ചിദംബരം കൊളാബറേറ്റ് ചെയ്ത പോലെ ഇവിടുന്ന് ആഫ്റ്റർ ദ റൗണ്ട് ടേബിൾ നിങ്ങൾ കൊളാബറേഷൻസ് ആലോചിക്കാം. എന്തായാലും താങ്ക് യു.